നമസ്കാരം. നമ്മളുടെ നാടും മാറാൻ പോകുന്നു. കാലങ്ങളായി നമ്മൾ കണ്ടുശീലിച്ച കൃഷിരീതികൾ അപ്പാടെ മാറിപ്പോകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടുകളും നമ്മളുടെ കൃഷിയിടങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങാൻ പോകുന്നുവെന്ന് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം തോന്നില്ലേ? അതെ, ലോകം വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ റോബോട്ടുകളെ വെച്ച് കൃഷി ചെയ്യാനുള്ള പരീക്ഷണങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ട്രാക്ടർ ഓടിക്കാനും കള പറിക്കാനും വിളവെടുക്കാനും ഒക്കെ ഇപ്പോൾ യന്ത്രങ്ങളെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. തികച്ചും ഹൈടെക് രീതിയിലേക്ക് കൃഷി അവിടങ്ങൾ മാറിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ലോകം മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ കേരളം മാത്രം ഈ രംഗത്ത് വളരാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുതിയ മാറ്റങ്ങളിലേക്ക് പുറകെ പോകാത്തത്? ഇതിന്റെ പ്രധാന കാരണം നമ്മളുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശരിയായ പിന്തുണ ഇല്ലായ്മയാണ്. കൃഷിക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണമെന്ന് സർക്കാരിന് ഇതുവരെ കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ശ്രദ്ധ മുഴുവൻ പല മേഖലകളിലേക്കും മാറിപ്പോയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളെല്ലാം വളരെ കുറഞ്ഞ വിലയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും സുലഭമായി കിട്ടുന്നുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളുടെ സർക്കാർ കൃഷിയെ ഇത്രത്തോളം അവഗണിക്കുന്നത്. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വന്ന് ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങളുടെ വരവ് പെട്ടെന്നൊന്ന് നിന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ ബാങ്കിൽ എത്ര കോടികൾ ഉണ്ടെങ്കിലും നമ്മൾ അക്ഷരാർത്ഥത്തിൽ പട്ടിണിയിലാകും എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് നമ്മളുടെ നാടോ സർക്കാരോ ഗൗരവമായി ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ IT മേഖലയിൽ നിന്നോ മറ്റു ബിസിനസ്സുകളിൽ നിന്നോ വാണിജ്യ മേഖലകളിൽ നിന്നോ ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവനും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിപ്പോവുകയാണ്. കേരളത്തിന്റെ മറ്റു ഏത് വരുമാന സ്രോതസ്സുകളിൽ നിന്നും പണം ഉണ്ടാക്കിയാലും ആ കോടിക്കണക്കിന് രൂപയെല്ലാം നമ്മളുടെ ഈ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയാണ്, അതായത് നമ്മളുടെ ദൈനംദിന ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെലവാക്കുന്നത്. അന്യ സംസ്ഥാനങ്ങൾക്ക് നമ്മൾ ഈ ഒരു പണം കൂടുതൽ കൊടുക്കുകയാണ്. നമ്മളുടെ നാട് എത്രയൊക്കെ പണം ഉണ്ടാക്കിയാലും അത് ഏതൊക്കെ രീതിയിൽ ചോർന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു ഒറ്റ കാര്യത്തിലൂടെയാണ് കേരളത്തിന്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുന്നത്. ഈ ഒരു ചോർച്ച നിർത്തി നമ്മളുടെ നാട് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് ഉൽപാദനം കൂട്ടുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള ഏക വഴി ഉൽപാദനം കൂട്ടിയാലേ നാടിന് വരുമാനം ഉണ്ടാവൂ എന്നുള്ളതാണ്. ആ വരുമാനമാണ് നമ്മളുടെ കേരളത്തിന്റെ ഭാവിയിലെ വളർച്ചയ്ക്ക് അടിസ്ഥാനം. എന്നാൽ ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കൃഷി ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല. നമ്മളെപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്, നാടിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് കൊണ്ടോ വെറുതെ ഉപദേശിച്ചത് കൊണ്ടോ ഇന്നത്തെ കാലത്തെ ആരും ചെളിയിൽ ഇറങ്ങി കഷ്ടപ്പെടാൻ വരില്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കൃഷിയിലോട് താല്പര്യം വരണമെന്നുണ്ടെങ്കിൽ പഴയ കൃഷി രീതികൾ മാറിയേ തീരൂ. അവർക്ക് താല്പര്യമുള്ള സാങ്കേതിക വിദ്യയെ നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവരണം. ഭാവിയിലെ കണ്ടുപിടുത്തങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് കൃഷി എന്നത് തികച്ചും ഒരു വൈറ്റ് കോളർ ജോലി പോലെ മാറ്റാൻ നമുക്ക് കഴിയണം. വെർട്ടിക്കൽ ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ് പോലെയുള്ള പുതിയ ഹൈടെക് രീതികൾ ഉപയോഗിച്ചാൽ വളരെ കുറഞ്ഞ സ്ഥലത്തു നിന്ന് തന്നെ വലിയ തോതിൽ വിളവുണ്ടാക്കാൻ സാധിക്കും. മണ്ണില്ലാതെ വെള്ളത്തിൽ മാത്രം കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സും കെട്ടിടങ്ങൾക്കുള്ളിൽ തട്ടുകളായി കൃഷി ചെയ്യുന്ന വെർട്ടിക്കൽ ഫാമിങ്ങും ഇന്ന് ലോകത്ത് വലിയ വിജയമാണ്. നമ്മളുടെ കയ്യിലുള്ള ഒരു ടാബ്ലറ്റോ മൊബൈൽ ഫോണോ ഉപയോഗിച്ച് വീട്ടിലെ AC റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ കൃഷിയിടത്തിലെ നനവും വളപ്രയോഗവും നിയന്ത്രിക്കാൻ കഴിയുന്ന സ്മാർട്ട് ഫാമിംഗ് രീതികൾ നമ്മൾ ഇവിടെയും കൊണ്ടുവരണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമാറ്റിക് സെൻസറുകളും ഉപയോഗിച്ച് വിളവുകൾക്ക് എപ്പോൾ വെള്ളം വേണം, എപ്പോൾ വളം വേണം, എന്തെങ്കിലും രോഗം വരുന്നുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയും നമ്മളുടെ ഗ്രാമങ്ങളിലെ വെറുതെ കിടക്കുന്ന പറമ്പുകളിലൊക്കെ ഇത്തരം അത്യാധുനിക കൃഷി രീതികളും ഒപ്പം കുറഞ്ഞ ചിലവിൽ വൈദ്യുതിയും ലഭിക്കാൻ സോളാർ പോലെയുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചാൽ കേരളത്തിന് ആവശ്യമായ ഭക്ഷണം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് നിഷ്പ്രയാസം കഴിയും. ഈ പണത്തിന്റെ ചോർച്ചയുടെ കാര്യം മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ കോടിക്കണക്കിന് രൂപ കൊടുത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വലിയ തോതിൽ ലാഭം കിട്ടാൻ വേണ്ടി അവിടെ അടിക്കുന്ന മാരകമായ കീടനാശിനികളും രാസവളങ്ങളും നിറഞ്ഞ പച്ചക്കറികളാണ് ഓരോ ദിവസവും നമ്മളുടെ തീന്മേശകളിൽ എത്തുന്നത്. അതായത് നമ്മൾ മറ്റു ജോലികളിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊടുത്ത് നമ്മൾ തന്നെ പണം കൊടുത്ത് വിഷം വാങ്ങി കഴിക്കുകയാണ്. എന്നിട്ട് നമ്മളെ ബാക്കിയുള്ള പണം മുഴുവനും ആശുപത്രികളിൽ ക്യാൻസറിനും മറ്റും അസുഖങ്ങൾക്കും മാറ്റി വേണ്ടി നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നു.
ഇവിടെയാണ് നമ്മളെ സ്വന്തം നാട്ടിലെ സ്മാർട്ട് ഫാമിങ്ങിന്റെ യഥാർത്ഥ വില നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിവിടെ ഒരു പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഓരോ തുള്ളി വെള്ളവും വളവും കൃത്യമായി സിസ്റ്റം കൺട്രോൾ ചെയ്യുകയാണ്. അവിടെ മാരകമായ കീടനാശിനികളുടെ ആവശ്യമില്ല. പൂർണ്ണമായും വിഷരഹിതമായ ഒരു 100% സുരക്ഷിതമായ ഭക്ഷണം നമ്മുടെ കുട്ടികൾക്കും നമുക്കും നമ്മുടെ കുട്ടികൾക്കും കഴിക്കാൻ ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു ഫുൾ ടൈം ജോലിയായിട്ട് തന്നെ ചെയ്യണമെന്നില്ല. രാവിലെ ഓഫീസുകളിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരന് തന്റെ കൃഷിയിടങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്ന്, വിളകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നും ലോകത്തെവിടെ ഇരുന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലേക്ക് വലിയൊരു താല്പര്യം തോന്നുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണയും സാമ്പത്തിക സഹായവും ലഭിച്ചേ മതിയാവൂ. കോടിക്കണക്കിന് രൂപ സർക്കാർ ഈ ഒരു മേഖലയിലേക്ക് വലിയ രീതിയിൽ നിക്ഷേപിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് കൂടുതലായി ഇതിലേക്ക് ഇറങ്ങുകയുള്ളൂ. ഒരു കർഷകനാണെങ്കിൽ അവർക്ക് ഏറ്റവും മികച്ച ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകാൻ കഴിയണം. കൃഷി ചെയ്യുന്നവർക്കും അവരുടെ കുടുംബത്തിനും ആശുപത്രി ചിലവുകൾ പൂർണ്ണമായും സൗജന്യമാക്കുന്ന അവസ്ഥ വരണം. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലും മറ്റും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും കർഷകർക്ക് ഒരു പ്രത്യേക മുൻഗണന നൽകണം. ഇതൊരു പുരുഷനോ സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയോ ആരായാലും കൃഷി ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ വലിയ രീതിയിൽ പരിഗണന ലഭിക്കുന്നു എന്ന് വരുമ്പോൾ ആളുകൾ സ്വാഭാവികമായും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരും. ഇന്ന് നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് അവർ കൃഷിയിലോട്ടൊന്നും ഇറങ്ങുന്നില്ലെന്ന്. നാടിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടുവന്ന് വെറുതെ ഉപദേശിക്കുന്നത് കൊണ്ടൊന്നും ഇന്നത്തെ കാലത്തെ ആരും ചെളിയിൽ ഇറങ്ങി കഷ്ടപ്പെടാൻ വരില്ല. സമൂഹത്തിൽ ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ ലഭിക്കുന്ന അതേ ബഹുമാനവും വിലയും ഒരു കർഷകനും ലഭിക്കണം. മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് സിനിമാക്കാർക്ക് അവാർഡ് കൊടുക്കുന്നത് പോലെ തന്നെ വലിയ ചടങ്ങുകളിൽ വെച്ച് വലിയ പുരസ്കാരങ്ങൾ നൽകി അവരെ ആദരിക്കണം. ഉയർന്ന വരുമാനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം വലിയ പിന്തുണയും സമൂഹത്തിന് വലിയ സ്ഥാനവും ഉണ്ടെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർ തീർച്ചയായും ഈ രംഗത്തേക്ക് കടന്നു വരും. ഇങ്ങനെ സാങ്കേതിക വിദ്യയും സർക്കാരിന്റെ സഹായത്തോടെ ഉൽപാദനം കൂടുമ്പോൾ ഭക്ഷണത്തിനായി നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ആ കോടിക്കണക്കിന് രൂപ നമ്മളുടെ നാട്ടിൽ തന്നെ നിലനിൽക്കും. യഥാർത്ഥത്തിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വെറുതെ സംസാരിക്കുന്നതല്ല, മറിച്ച് നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മളുടെ നാടിനെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ്. നമ്മൾ സ്വന്തമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്ന അന്ന് നമ്മളുടെ പല സാമ്പത്തിക പ്രശ്നങ്ങൾക്കും വലിയൊരു പരിഹാരമാകും. ഈ ഒരു സംവിധാനത്തിലൂടെ ഇങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ സപ്പോർട്ടും നല്ല പരിഗണനയും കിട്ടുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഇതുപോലെ കൃഷി രംഗത്തേക്ക് ഇറങ്ങി വരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബൈ.